പ്രിയമുള്ളവരെ, ഞാൻ ഇന്നൊരു കഥ പറയാം. 1.5 മിനിറ്റ് കൊണ്ട് ഞാൻ കഥ പറഞ്ഞു തീർക്കും. കാളിദാസനെ പറ്റിയാണ് എനിക്ക് കഥ പറയാനുള്ളത്. കാളിദാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാകവികളിൽ മഹാകവിയാണ്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാളിദാസനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു വാചകം, മലകളിൽ ഹിമാലയം പോലെയാണ് കവികളിൽ കാളിദാസൻ. കാളിദാസന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാളിദാസൻ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം മഹാരാജാവുമായിട്ട് വഴക്കിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവിനെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് യേശുക്രിസ്തു ഇസ്രായേലിൽ ജീവിച്ച അതേ കാലത്ത് തന്നെയാണ് വിക്രമാദിത്യൻ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാന സദസ്സിലെ അല്ലെങ്കിൽ കവിയരങ്ങിലെ 9 കവികളിൽ നവരത്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായിരുന്നു കാളിദാസൻ. അങ്ങനെയുള്ള കാളിദാസൻ ഒരു ദിവസം രാജാവുമായി പിണങ്ങി പുറത്തേക്ക് പോയി. രാജാവ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന് വിഷമമായി. കാളിദാസനെ പോലെ ഒരു കവി ഇല്ലെങ്കിൽ രാജസദസ്സ് നന്നാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം കാളിദാസനെ അന്വേഷിക്കാനായിട്ട് ഒരു ഉപായം കണ്ടെത്തി. കാളിദാസൻ എത്ര അന്വേഷിച്ചിട്ടും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഉപായം അതിനുവേണ്ടി കണ്ടെത്തി. ഒരു കടങ്കവിത ഉണ്ടാക്കുക, കടങ്കവിത ഉണ്ടാക്കി വിളംബരം ചെയ്യുക. അപ്പോൾ ആ കടങ്കവിതയ്ക്ക് ഉത്തരം പറയുന്നത് കാളിദാസനാണെങ്കിൽ നല്ല ഉത്തരം വരുമെന്നും കാളിദാസൻ എവിടെയുണ്ടെന്നും കണ്ടുപിടിക്കാം എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. അങ്ങനെ അദ്ദേഹം ഒരു കടങ്കവിത ഉണ്ടാക്കി അത് വിളംബരം ചെയ്തു. ആ കടങ്കവിതയ്ക്ക് ഉത്തരം പറയുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ, സ്വർണ്ണ നാണയങ്ങളടക്കം ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. രാജകിങ്കന്മാർ അത് വിളംബരം ചെയ്തു. അങ്ങനെ ഈ വിളംബരം നമ്മുടെ ഈ ഗണിക സ്ത്രീ, അതായത് ഇദ്ദേഹം പിണങ്ങി ഒരു ഗണിക സ്ത്രീയുടെ വീട്ടിലാണ് രഹസ്യമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഗണിക സ്ത്രീ ഈ വിളംബരം കേൾക്കുകയും അവര് ഈ കടങ്കവിതയായിട്ട് നേരെ കാളിദാസന്റെ അടുത്ത് ചെന്നു. കടങ്കവിത ഇതാണ്: പൂവിനുള്ളിൽ പൂവുണ്ടാകുമോ? കാളിദാസൻ ഈ കടങ്കവിത കണ്ടതും പൂവിനുള്ളിൽ പൂവുണ്ടാകുമോ എന്നുള്ള കടങ്കവിത കണ്ടതും അദ്ദേഹം ഉടൻ വന്ന ഉത്തരം, സുന്ദരിയുടെ താമരപ്പൂമുഖത്ത് കരിങ്കൂവള പൂക്കണ്ണുകളുണ്ട്. ഇതായിരുന്നു കാളിദാസൻ എഴുതിയത്. കാളിദാസന്റെ ഈ മറുപടി കിട്ടി. ഈ സ്ത്രീ സന്തോഷവതിയായി. ഇവർ വേറൊരു തെറ്റായ ഒരു കാര്യം ചെയ്തു, വളരെ മോശമായ ഒരു കുറ്റകൃത്യം അവർ ചെയ്തു. കാളിദാസനെ ചതിച്ചു കൊന്ന് ഈ കവിതയുമായി ഇവർ കൊട്ടാരത്തിലെത്തി. കവിത രാജാവ് മേടിച്ചു നോക്കി. കവിത കണ്ടതും രാജാവ് ഉടനെ ചോദിച്ചു, എവിടെ കാളിദാസൻ? അപ്പോൾ കാളിദാസൻ അല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരം എഴുതാൻ ആർക്കും കഴിയില്ല എന്ന് രാജാവിന് മനസ്സിലായി. ഈ സ്ത്രീ പിടിക്കപ്പെട്ടു. അങ്ങനെ ഈ സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് കഥ. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരുടെ പ്രതിഭ കട്ടെടുക്കാൻ നോക്കിയാൽ എന്നായാലും നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ കഴിവ് നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ള ഒരു കഥയുടെ സാരം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.